ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ ക്രാഫ്റ്റുമായിട്ടാണ്. നമുക്ക് യൂസ്ഫുള്ളായിട്ട് നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്രാഫ്റ്റുമായിട്ടാണ്. അതേപോലെ എനിക്കൊരു കമൻറ്റ് വന്നതാണ്. അപ്പോൾ സിമ്പിളായിട്ട് കുറച്ച് ക്രാഫ്റ്റ് ചെയ്യാവോ എന്ന് ചോദിച്ചു. അതേപോലെ ഒരു കുട്ടി ചോദിച്ചു ഗ്ലൂ യൂസ് ചെയ്യാതെ ഒരു ക്രാഫ്റ്റ് ചെയ്യാവോ എന്നുള്ളത്. അപ്പോൾ ഗ്ലൂ യൂസ് ചെയ്യാതെ ഏത് തരത്തിലുള്ള ക്രാഫ്റ്റാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അല്ലാതെ നമുക്ക് ഡ്രോയിങ്ങോ അല്ലെങ്കിൽ ത്രെഡ് വർക്കോ അതൊക്കെ നമുക്ക് ത്രെഡ് യൂസ് ചെയ്യാതെ ഗ്ലൂ യൂസ് ചെയ്യാതെ പറ്റുമല്ലോ. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയണേ. അപ്പം നമുക്ക് ഗ്ലൂ യൂസ് ചെയ്യാതെ ഏതൊക്കെ തരത്തിലുള്ള ക്രാഫ്റ്റ് നമുക്ക് ചെയ്യാം എന്നുള്ളത് എനിക്ക് ചിന്തിച്ചിട്ടൊരു ഐഡിയയും വലുതായിട്ട് കിട്ടുന്നില്ല. പെയിൻറ്റിങ്, ഡ്രോയിങ് അല്ലെങ്കിൽ ത്രെഡ് വർക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ നമുക്ക് ഗ്ലൂ യൂസ് ചെയ്യാതെ പറ്റും. അപ്പം നിങ്ങൾക്കും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഐഡിയ തോന്നുവാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അപ്പം നമുക്കതനുസരിച്ച് ചെയ്യാമല്ലോ. അപ്പം ഞാനിവിടെ കാർഡിന് വേണ്ടി ഞാൻ നോർമലി എപ്പോഴും എടുക്കുന്ന കണക്ക് തന്നെ നമ്മുടെ പഴയ കലാകൃഷ്ണമൊക്കെ ഉണ്ടല്ലോ വീട്ടിലുള്ള, അതാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് ഇതേപോലെ രണ്ടളവിൽ വെട്ടിയെടുത്തു. വലിയ വ്യത്യാസമില്ല അളവിൽ. ഞാൻ ചെയ്യുന്ന പോലെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ആ ഒരു പാറ്റേണിൽ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്ത് കൊടുക്കും. അപ്പം അത് മുകളിലോട്ട് ഒട്ടിച്ച് ഞാൻ ബേസ് ബോർഡാണ് എടുത്തേക്കുന്നത്. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്ന കോംബോ എന്ന് പറയുന്നത് ഒരു ബ്രദർ സിസ്റ്റർ കോംബോയാണ്. ഇപ്പം നമ്മൾ ബ്രദർ സിസ്റ്റർക്ക് കൊടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ തിരിച്ചായാലും നമുക്ക് ആ ഒരു അതല്ലെങ്കിൽ ലവേഴ്സിനാണെങ്കിൽ ആ ഒരു രീതിയിലുള്ള കോംബോ നമുക്ക് ചൂസ് ചെയ്യാം. അതിനുശേഷം നമുക്കത് വരച്ചിട്ട് നമുക്കിഷ്ടമുള്ള രീതിയിൽ കളർ ചെയ്യുകയോ കളർ ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പം കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ചെയ്ത് വെച്ചിരിക്കുന്ന കാർഡ്ബോർഡിൻ്റെ മുകളിലോട്ട് ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ ഏത് തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുള്ളത് കമൻറ്റിൽ പറയണം. അപ്പോൾ അതനുസരിച്ച് ഞാൻ ചെയ്യാം. അപ്പം നമുക്ക് ഇതേപോലെ ചെറിയ ഒരു റെക്റ്റാങ്കിൾ പീസും കൂടെ കട്ട് ചെയ്ത് വെക്കണം. അപ്പം നമുക്ക് അതിൻ്റെ മുകളിലോട്ടാണ് ആ ഒരു ബ്രദറിനെ നമ്മൾ ഒട്ടിക്കുന്നത്. ആ ബ്രദറിൻ്റെ രീതിയിൽ നമ്മൾ വരച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ അതിൻ്റെ മുകളിലോട്ടാണ് ഒട്ടിച്ചത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കോഡ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കതിനകത്ത് എഴുതി കൊടുക്കാം. അതിനുശേഷം ഡബിൾ ടേപ്പ് എടുക്കുക. ആദ്യമേ ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ, അതിനകത്താണ് ആ ബ്രദറിൻ്റെ അത് ഒട്ടിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഫോട്ടോയും സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പ്രിൻ്റ് എടുത്തിട്ട് ഈ ഒരു രീതിയിൽ ചെയ്യാം. അപ്പം നമുക്ക് ഇങ്ങനെ ആ ഒരു റെക്റ്റാങ്കിൾ ആ പീസ് നമുക്ക് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഇതേപോലെ ആവും. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയിപ്പോൾ രാഖി ഡേ ഒക്കെ വരുമല്ലേ, അപ്പം നമുക്ക് ഈ ബ്രദേഴ്സിന് നമ്മൾ രാഖി കിട്ടുമ്പം സിസ്റ്റേഴ്സിന് നമുക്ക് ഇതേപോലെ കാർഡൊക്കെ കൊടുക്കാമല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇനി പുതിയ ഏത് ക്രാഫ്റ്റാണ് വേണ്ടതെന്ന് നമുക്ക് പറയണം കേട്ടോ.